നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അപകടങ്ങൾ അങ്ങനെ പെട്ടെന്നൊന്നും നമ്മൾ മറക്കാറില്ല. പ്രത്യേകിച്ചും വിമാന അപകടങ്ങൾ, ഹെലികോപ്റ്റർ അപകടങ്ങൾ, അതുവഴി നിരവധി പേരുടെ ജീവൻ നഷ്ടമാകുന്നതൊന്നും തന്നെ നമ്മൾ പെട്ടെന്ന് മറക്കാറില്ല. ഇക്കഴിഞ്ഞ ജനുവരിയിൽ നേപ്പാളിൽ ഒരു സംഭവവികാസം നടന്നിരുന്നു. ഒരു വിമാന അപകടം. ആ വിമാന അപകടം വലിയ തോതിൽ ശ്രദ്ധ നേടിയിരുന്നു. അവസാന നിമിഷമുള്ള അവരുടെ ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ട് ഒന്ന് ഭയന്നതുകൂടിയാണ്. 72 പേരുടെ മരണത്തിനിടയാക്കിയ വിമാന അപകടത്തെക്കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ് പുറത്തുവരുന്നത്. പൈലറ്റ് അബദ്ധത്തിൽ പവർ കട്ട് ചെയ്തപ്പോൾ വിമാനത്തിന്റെ എഞ്ചിൻ നിലച്ചതാണ് അപകട കാരണം എന്നാണ് റിപ്പോർട്ട്. എറ്റി എയർലൈൻസിന്റെ ഇരട്ട എഞ്ചിനുള്ള ATR 72500 വിമാനമാണ് പൊക്കാറ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങുന്നതിനിടയിൽ അപകടത്തിൽപ്പെട്ടത്. ജനുവരി 15-നായിരുന്നു ഈ സംഭവം. റൺവേയിൽ നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ മാറി 820 മീറ്റർ മാത്രം ഉയരത്തിൽ വെച്ചായിരുന്നു അപകടം സംഭവിച്ചത്. കഴിഞ്ഞ 30 വർഷത്തിനിടയിൽ നേപ്പാളിൽ നടന്ന ഏറ്റവും വലിയ വിമാന അപകടത്തിൽ മരിച്ചവരിൽ 2 കുട്ടികളും 40 ജീവനക്കാരും 15 വിദേശ പൗരന്മാരും ഉൾപ്പെട്ടിരുന്നു. സർക്കാർ നിയമിച്ച പാനലാണ് ഇപ്പോൾ പൈലറ്റിന് പറ്റിയ അബദ്ധമാണ് അപകടത്തിന് കാരണമെന്ന് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ശരിയായ അറിവില്ലാത്തതിനാലും സാധാരണ പ്രവർത്തന പ്രക്രിയ നിർവചിക്കാത്തതിനാലും പൈലറ്റുമാർ ഫ്ലാപ്പ് ലിവറിന് പകരം പറക്കുന്ന സമയത്ത് തന്നെ കണ്ടീഷൻസ് ലിവർ വലിച്ചു എന്നതാണ് അന്വേഷണ സമിതി അംഗവും എയറോനോട്ടിക്കൽ എഞ്ചിനീയറുമായ ദീപക് പ്രസാദ് ബാസ്റ്റോള പറയുന്നത്. ഇത് വിമാനത്തിലെ പവറിനെ നിയന്ത്രിക്കുന്ന ലിവർ കൂടിയാണ്. ഇതോടെ പവർ നിലയ്ക്കുകയും എഞ്ചിൻ പ്രവർത്തനരഹിതമാവുകയും ചെയ്തു. എഞ്ചിൻ പ്രവർത്തനം നിലച്ചെങ്കിലും സ്വാഭാവികമായ ആക്കം കാരണം പിന്നെയും 49 സെക്കൻഡുകൾ കൂടി പറന്നിട്ടാണ് വിമാനം താഴേക്ക് പതിച്ചത് എന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. അമിതമായ ജോലിഭാരം, സമ്മർദ്ദം തുടങ്ങിയ മാനവിക ഘടകങ്ങളാണ് ഇത്തരത്തിലൊരു അബദ്ധത്തിന് കാരണമായത് എന്നും റിപ്പോർട്ടിൽ പറയുന്നു. വിമാനം വേണ്ട രീതിയിൽ പരിപാലിച്ചിരുന്നു എന്നും അതിന് കേടുപാടുകളൊന്നും ഇല്ലാതിരുന്നു എന്നും റിപ്പോർട്ടിൽ വ്യക്തം. അതുപോലെ പൈലറ്റുമാരും നേപ്പാൾ ഏവിയേഷൻ അതോറിറ്റി അനുശാസിക്കുന്ന യോഗ്യതയുള്ളവരുമാണ്. അപകട സ്ഥലത്ത് നിന്നും കണ്ടെടുത്ത ബ്ലാക്ക് ബോക്സ് സിംഗപ്പൂരിൽ പരിശോധനയ്ക്കായി അയച്ചിരുന്നു. മാത്രമല്ല അമേരിക്ക, കാനഡ, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരും അന്വേഷണ സംഘത്തോടൊപ്പം ചേർന്നിരുന്നു. 1992 ഒരു പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസ് എയർബസ് A300 വിമാനം കാഠ്മണ്ഡുവിലേക്ക് വരുന്ന വഴി മലയിടുക്കിൽ തകർന്ന 167 പേർ മരിച്ചിരുന്നു. അതിനുശേഷം നേപ്പാളിൽ നടക്കുന്ന ഏറ്റവും വലിയ വിമാന ദുരന്തമാണ് ഇത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ 14 കൊടുമുടികളിൽ 8 എണ്ണം സ്ഥിതി ചെയ്യുന്ന ഈ കൊച്ചു രാജ്യത്ത് 2000-ന് ശേഷം വിമാന അപകടങ്ങളിലും ഹെലികോപ്റ്റർ അപകടങ്ങളിലുമായി 350ഓളം പേരാണ് മരണമടഞ്ഞിരിക്കുന്നത്. പെട്ടെന്ന് കാലാവസ്ഥ മാറുന്നതാണ് ഏറെയും അപകടങ്ങൾക്ക് കാരണമാകുന്നത്.